സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും നാടകീയ രംഗങ്ങൾ. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണയിൽ കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് UDF. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസ് വിമതയ്ക്ക് ജയം. പാർലം പഞ്ചായത്തിൽ BJPക്ക് അട്ടിമറി ജയം. വടക്കൻ കേരളത്തിലും ചിലയിടങ്ങളിൽ അട്ടിമറി. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പഞ്ചായത്തിൽ LDFന് തിരിച്ചടി. കൊച്ചിയിലും തൃശ്ശൂരിലും കോൺഗ്രസിൽ കലാപം അടങ്ങുന്നില്ല. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്ത ലാലി ജെയിംസ്. ആരോപണങ്ങൾക്ക് പാർട്ടി മറുപടി പറയുമെന്ന് തൃശ്ശൂർ മേയർ നിജി ജസ്റ്റിൻ. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ സ്ഥാനം തീരുമാനിച്ചതിൽ KPCC മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ഉമാ തോമസ് MLA പരാതി. തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവായ അർഹരായവരെ ഉൾപ്പെടുത്താൻ നീക്കവുമായി സംസ്ഥാന സർക്കാർ. സഹായം നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരെ ഹിയറിംഗിന് വിളിക്കുമ്പോൾ ജാതി സർട്ടിഫിക്കറ്റ് രേഖയായി പരിഗണിക്കുന്നതിൽ എതിർപ്പറിയിച്ച് കോൺഗ്രസ്. പ്രശസ്ത കലാസംവിധായകൻ K. ശേഖർ അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്ത്. ശേഖർ രാജ്യത്തെ ആദ്യ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കലാസംവിധായകൻ. സിനിമാ രംഗത്തെത്തിയത് പടയോട്ടം എന്ന ചിത്രത്തിലൂടെ. ശബരിമലയിൽ റെക്കോർഡ് വരുമാനം ഇത്തവണ ലഭിച്ചത് 332.77 കോടി രൂപ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി. ശബരിമലയിൽ ഭക്തിസാന്ദ്രമായി മണ്ഡലപൂജ. സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. മകരവിളക്ക് മഹോത്സവത്തിനായി 30-ന് നട തുറക്കും.